ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവരുടെ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതി പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ 2021 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഈ ഓഗസ്റ്റ് 16 മുതൽ ഓഡിറ്റ് കോഴ്സിൻ്റെ എക്സാമിൻ്റെ ഷെഡ്യൂൾ വന്നിരുന്നു, ടൈം ടേബിൾ വന്നിരുന്നു. പല വിദ്യാർത്ഥികളും എക്സാം ഓൺലൈനായിട്ടത് അറ്റൻഡ് ചെയ്ത് പാസ്സായിട്ടുണ്ടാകും. പക്ഷേ ചില വിദ്യാർത്ഥികൾക്ക് അത് മിസ്സായിട്ടുണ്ടാകും. ശ്രദ്ധയിൽപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ ഇനി എക്സാം എഴുതി ഫെയിലായ വിദ്യാർത്ഥികൾക്കൊക്കെ ഇനി ഒരു അവസരം കൂടി യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SD വിഭാഗം BA BCom BBA 2021 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ 1 മുതൽ 4 വരെ സെമിസ്റ്ററുകളുടെ ഭാഗമായിട്ടുള്ള ഓഡിറ്റ് കോഴ്സ് ഓൺലൈൻ പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്കും വിജയിക്കാത്തവർക്കും വേണ്ടിയുള്ള പരീക്ഷ റീ-എക്സാം 1/9/2023 അഥവാ സെപ്റ്റംബർ 1 നടത്തുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് 9:30 9:30 തുടങ്ങും. സെക്കൻഡ് സെമിസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 11:00, തേർഡ് സെമിസ്റ്ററിൽ ഹ്യൂമൻ റൈറ്റ്സ് 1:30, ദെൻ ഫോർത്ത് സെമിസ്റ്ററിൽ ജെൻഡർ സ്റ്റഡീസ് 3:30 നടത്തുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SD വിഭാഗം ഔദ്യോഗിക വെബ്സൈറ്റിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയ പ്രസിദ്ധീകരിച്ചുള്ള ഓഡിറ്റ് കോഴ്സ് MCQ അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓഡിറ്റ് കോഴ്സ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 2021 അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ എക്സാം ഈ ഓഡിറ്റ് കോഴ്സ് എക്സാം മിസ്സാവുകയോ ഫെയിലായിട്ടുണ്ടോ എങ്കിൽ ഒരു വീണ്ടും ഈ എക്സാം എഴുതാവുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെമിസ്റ്റർ ഏതൊക്കെ ദിവസം സെപ്റ്റംബർ 1 തന്നെയാണ്. പക്ഷേ ടൈമിങ്ങിൽ ഓരോ സെമിസ്റ്റർ എക്സാമിൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. ഓൺലൈനായിട്ടാണ് എക്സാം എഴുതേണ്ടത്. എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഇവിടെ വെബ്സൈറ്റിൽ തന്നെ SDൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം MCQ ഡൗൺലോഡ് ചെയ്ത് MCQ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിറ്റ് കോഴ്സിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ MCQ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതി പാസ്സാവാം. ഓക്കെ, താങ്ക് യു.